ഞാൻ പറഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് പിന്നെ ഈ ലേക്ക് വ്യൂ റിസോർട്ടിലേക്ക് ഇവൻ മാത്രല്ലട്ടാ. ഇവനും ഇവന്റെ കൂടെ ആശയുണ്ട്. പിന്നെ ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണൊരുത്തില്ലേ, ഒരു മൊട്ടടിച്ചിട്ടൊരു പെൺകുട്ടി. ഇവിടെ വന്നിട്ട് വണ്ടി ഇട്ടിട്ട് പോയപ്പോ ഇന്റെ മോളെ പേരാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത വീട്ടിലെ ഒരു പയ്യനാണ് എഴുതിയത്. ഇവന് വന്നിട്ട് ബഹളം വെച്ചത് ഇവൻ പറഞ്ഞത് ഇന്നലെ മിനിയാന്നിട്ട് ഇവന് ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട്. ജാസിയുടെ ആശയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് മുന്നേ ഞാനൊരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്ത് കഴിഞ്ഞാലും കോൺട്രവേഴ്സി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ കേട്ട വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു, ഈ ജാസിയും ആശയും ശ്രീലക്ഷ്മി ഉണ്ടല്ലോ, ശ്രീലക്ഷ്മി ഇവരുടെ കൂട്ടുകാരിയാണ്. ഇവർ പൊന്നാനി ഒരു റിസോർട്ടിൽ പോയി റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റൂം എടുത്ത സമയത്ത് ഇവരുടെ കാർ ആ റിസോർട്ടിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നേരം ഈ കൊച്ചു കുട്ടികളെങ്ങാണ്ട് ഇവരുടെ കാറിൽ കല്ല് വെച്ചിട്ട് പേരെഴുതിയോ അത് സ്ക്രാച്ച് ചെയ്യോ അങ്ങനെ എന്തോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജാസി ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്ത്, അതായത് പ്രത്യേകിച്ച് ഈ പൊടി പിള്ളേരുടെ അടുത്തെങ്ങാണ്ട് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്ത് ആ കുട്ടിക്ക് എന്തോ പാനിക് അറ്റാക്ക് ആയി എന്നൊക്കെയുള്ള രീതിയിലാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. നിലവിൽ അതിൻ്റെ ഒരു പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ ഈ നിമിഷം വരെയും കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം. ഇപ്പം നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലോ റിസോർട്ടിൽ പോയി കഴിഞ്ഞാലോ നമ്മുടെ വണ്ടി അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഹോട്ടലിലുള്ള ആൾക്കാരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ ആ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ജാസിയെ കുറ്റം പറയത്തില്ല. പക്ഷേ നമ്മുടെ ദേഷ്യവും വാശിയൊക്കെ നമ്മൾ കാണിക്കേണ്ടത് പൊടി പിള്ളേരുടെ അടുത്തല്ല. കാര്യം ജാസിയുടെ ഈ അടുത്തുള്ള കുറേ സംഭവങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമുക്കറിയാവുന്നതാണ് അല്ലേ. അതായത് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ്, പിന്നെ ബോട്ടം സർജറി ചെയ്തു എന്നും പറഞ്ഞിട്ടുള്ള നാടകം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കോമാളിത്തരങ്ങൾ ജാസി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നത് ജനങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു മനുഷ്യരും കേരളത്തിൽ ഇഷ്ടപ്പെടാത്തത്. എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു വോയിസ് വയ്ക്കാം. ഞാൻ അവരുടെ പ്രൈവസിയെ മാനിച്ച് ഈ ഒരു വോയിസിൻ്റെ സൗണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം. മാം, ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഓണർ പിടിച്ചിട്ടേ അവിടെ സ്റ്റാഫ് വീഡിയോ എടുത്തത് ഓണർ പറഞ്ഞത്രേ, ഇതിന്റെ പേരിൽ ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓണർ പേടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, 37 അത് ഡിലീറ്റ് ആക്കി. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്, എനിക്കൊന്ന് അയച്ചു. ഓക്കെ, ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവം നടന്നതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആ സംഭവം ഡിലീറ്റ് ആയിപ്പോയി. മേ ബി അവരുടെ റിസോർട്ടിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുന്നതിൻ്റെ പേരിൽ പേടിച്ചിട്ട് അത് മേ ബി ഡിലീറ്റ് ചെയ്തേ ആയിരിക്കാം. എന്തായാലും ഈ പറയുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയം എത്രത്തോളം ജെനുവിൻ ആണ് എന്ന് നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. തലവാക്കിടെ കേൾക്കാം. ഞാൻ പറഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് പിന്നെ ഈ ലേക്ക് വ്യൂ റിസോർട്ടിലേക്ക് ഇവൻ മാത്രല്ലട്ടാ. ഇവനും ഇവന്റെ കൂടെ ആശയുണ്ട്. പിന്നെ ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണൊരുത്തില്ലേ, ഒരു മൊട്ടടിച്ചിട്ടൊരു പെൺകുട്ടി. അത് പിന്നെ വേറൊരു അവന്റെ വീഡിയോയിലുള്ള മുടി നീട്ടി വളർത്തിയിട്ട് ഒരു പയ്യനില്ലേ ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ വന്നിട്ടുള്ള അവനുണ്ട്. പിന്നെ വേറൊരുത്തനുണ്ട്, ഒരു ഇതേമാതിരി തന്നെ ഈ ടൈപ്പ് ഒരു സ്ത്രൈണ്യതുള്ള ഒരു ചെങ്ങായി ഉണ്ട്. എനിക്ക് അയാളെ പേരറിയില്ല. അതുണ്ട്. അങ്ങനെ കുറച്ച് പേര് ഒരുമിച്ചിട്ടാണ് ഇവര് ഇവിടെ ഫോട്ടോഷൂട്ട് സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. സാധാരണഗതിയിൽ ഇവിടെ 3 വർഷമായി ഈ റിസോർട്ട് വന്നിട്ട്. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. നമ്മളെ പിന്നെ എന്താണ് ഈ വേറൊരു എന്തോ ഒരു സുലൈഖ മൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു പടമില്ലേ, അതിലെ നായകനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ സെലിബ്രേഷൻ ബർത്ത്ഡേ വലിയ 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 ഗസ്റ്റുകളൊക്കെ ഇവിടെ വരാറുണ്ട്. അവര് ജർമ്മനിയിൽ നിന്ന് വരെ ഗസ്റ്റുകൾ വരാറുണ്ട്. അവരെ വണ്ടിക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഇവിടെ കുട്ടികൾ വരക്ക് ഒരു പ്രശ്നം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇവരിത് പിന്നെ ഇവിടെ വന്നിട്ട് വണ്ടി ഇട്ടിട്ട് പോയപ്പോ ഇന്റെ മോളെ പേരാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത വീട്ടിലെ ഒരു പയ്യനാണ് എഴുതിയത്. അപ്പൊ ഇന്റെ മോളെ പേരാണ് അവന്റെ പേര് വെച്ചിട്ട് ജാസിന്ന് ലാസ്റ്റ് വെച്ചിട്ട് എഴുതിയിട്ടുള്ളത്. ഇന്റെ മോള് ചെറുതാണ്, ഒരു 1ാം ക്ലാസ്സിലാണ്. അവളങ്ങനെ ഇങ്ങനെ എഴുതൂല. കാരണം അവളെ ഉപ്പൊക്കെ വണ്ടി ഓടിക്കണാണ്. അപ്പൊ അവൾക്ക് അറിയാം കല്ലുകൊണ്ട് എഴുതാൻ പാടില്ല അങ്ങനെയൊക്കെ. ഇവന് വന്നിട്ട് ബഹളം വെച്ചത് ഇവൻ പറഞ്ഞത് ഇന്നലെ മിനിയാന്നിട്ട് ഇവന് ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട്. ഇത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് പോയിട്ട് നമ്മുടെ വണ്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ റിയാക്ട് ചെയ്യും. ഇപ്പം ഞാനായി തന്നെ റിയാക്ട് ചെയ്യും, വണ്ടികളെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയാലും റിയാക്ട് ചെയ്യും. പക്ഷേ അത് വളരെ കൊച്ചു കുട്ടികളാണ് ചെയ്തതെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കത്തില്ല.
കഴിവതും നമ്മൾ ആ ഒരു ഹോട്ടലിലുള്ളതോ അല്ലെങ്കിൽ റിസോർട്ടിലുള്ള ഓണറിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ബോധിപ്പിക്കും, അത് ശരിയാക്കി വിടും. എന്തായാലും നിലവിൽ ഈ ഒരു വിഷയം സോൾവ് ചെയ്തിട്ടുണ്ട്, ജാസിയുടെ കാറും കാര്യങ്ങളും എല്ലാം ശരിയാക്കി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ അടുത്തൊക്കെ ചുമ്മാ കിടന്ന് അനാവശ്യമായിട്ട് ഷോ ഓഫ് ഇറക്കുക എന്ന് പറയുന്നത് അത്ര ശരിയുള്ള ഒരു ഏർപ്പാടൊന്നുമല്ല. എന്തായാലും ഇതിനൊരു പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ ജാസി തന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ജാസി സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ക്ലാരിഫിക്കേഷൻ തരുമെന്ന്. കാര്യം ഹെലൻ വന്നിട്ട് ഇത്രയും തെറി വിളിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് പോലും കമാന്നൊരു അക്ഷരം മിണ്ടാത്ത വ്യക്തിയാണ് ഈ ജാസി. അപ്പോൾ ഇനി ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ജാസി പ്രതികരിക്കുമോ? എന്തായാലും ബാക്കിയോടെ കേൾക്കാം. ഇത്ര വണ്ടി എവിടോ തട്ടിയിട്ടോ എന്തോ ചെയ്തിട്ട് ഷോറൂമിൽ ഇതായിട്ടുള്ളൂ. അപ്പൊ ഇത് ആരാണ് ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത്? എനിക്ക് പേയ്മെന്റ് വേണം, എനിക്കിത് സഹിക്കാൻ പറ്റണില്ല. അങ്ങോട്ട് ഇവന് നിർത്താതെ ചെലച്ചോണ്ടിരിക്കാണ്. വൃത്തികേടുകളാണ് ഇവൻ പറയണ മുഴുവന്. ഇത് കണ്ടിട്ട് പ്രഷറായിട്ട് അവിടെ ചേച്ചിന്റെ തൊട്ടടുത്തൊരു ഞാൻ പറഞ്ഞില്ലേ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, അവരെ വീട് തൊട്ടടുത്താണ്. അവരെ വീടിന്റെ തൊട്ടടുത്ത് വേറൊരു ചേച്ചിന്റെ കുട്ടികളുണ്ട്. അവരൊക്കെ ഒരേ പ്രായക്കാരാണ്, എന്റെ മോളും ഒക്കെ. അപ്പൊ ഒരുമിച്ചിട്ടാണ് അവര് കളിക്കുക. അപ്പൊ ആ ഭാഗത്തേക്ക് അവള് ഓടി പോവാണ്. സ്പീഡിൽ പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ആരാണ് ആയിഷ എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് സംസാരിക്കണത്. അവളെ വിളിച്ചുകൊണ്ട് പാടി എന്റെ പേരൻസിനെ വിളിക്കടി, എന്തൊക്കെയാണ് അവൾ അവിടുന്ന് പറഞ്ഞത്. എനിക്കത് അങ്ങനെ നമ്മളെ സംസ്കാരത്തിന്റെ ഒരു ഇത്. അതെ അതെ എന്തോ ഓപ്പറേഷൻ, എനിക്കറിയില്ല ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോന്നൊന്നും. കാരണം അവിടെ അത് കണ്ടു നിന്നിട്ടുള്ള ആളുകൾ. ജാസിയെ സംബന്ധിച്ച് ജാസിക്ക് യാതൊരുവിധ ബോധവും ഇല്ല, എന്താണ് വിളിച്ച് പറയുന്നതെന്ന് പുള്ളിക്കാരൻ തന്നെ അറിയത്തില്ല. കാര്യം പലവട്ടം ഈ പറയുന്ന പ്രഗ്നൻസിയുടെ കേസായാൽ തന്നെ വന്ന് പറയുവാണ് ഞാൻ 5 മാസം പ്രഗ്നൻ്റ് ആയി എന്ന്. അപ്പം നിങ്ങൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്തുമാത്രം വിവരം ഉണ്ട് എന്ന്. രണ്ടാമത്തെ കാര്യം, ജാസി ഈ ഒരു വിഷയത്തിന് ഈ നാട്ടുകാരെ കിടന്നും അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ കിടന്ന് തെറി വിളിച്ചിട്ട് എന്ത് നേടാനാണ്? എനിക്ക് മാത്രമേ തെറി വിളിക്കാൻ അറിയാം, വേറെ ആർക്കും തെറി വിളിക്കാൻ അറിയത്തില്ലേ? ഈ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പ്രായത്തിൽ ഇങ്ങനെയാണ്, ചെറിയ പ്രായത്തിൽ എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ ആ കുട്ടികളുടെ അടുത്തല്ല പോയി ചീത്ത വിളിക്കുകയും അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റിസോർട്ടിൻ്റെ ഓണറിൻ്റെ അടുത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ അവരുടെ പേരൻസിൻ്റെ അടുത്ത് പോയി വളരെ മാന്യമായിട്ട് സംസാരിക്കാം. അല്ലാതെ തെറി വിളിച്ച് കുട്ടികളെ പീഡിപ്പിച്ചിട്ട് എന്ത് നേടാനാണ് ഇവിടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ജാസി എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് വൻ വിവാദമായി മാറിയിരിക്കും കേട്ടോ. നല്ല സമയമാണ് ജാസിയുടെ. ഒക്കെ പറഞ്ഞ് ഇവര് ഇത് ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇത്രയും സ്പീഡിലൊക്കെ നടക്കാനാവൂ? കാരണം ഡൗൺ ഓപ്പറേഷൻ ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. അത് ചെയ്തവര് പറയുന്ന ഇന്റർവ്യൂസ് ഒക്കെ കേട്ട സ്ഥിതിക്ക് പിന്നെ അത്രയും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ് അത്. പക്ഷെ ഇത് അതൊന്നുമല്ല. ഇത് ഇവര് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണ്ടായിരിക്കും, ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ അതൊക്കെ ചെയ്യണ്ടായിരിക്കും. അല്ലാണ്ട് ഇവര് ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളായിരുന്നു. എന്നിട്ട് ഞാൻ ആ സ്പോട്ടിൽ എന്റെ ഹസ്ബൻഡിനെ വിളിച്ച്, മൂപ്പര് ഇവിടെ അടുത്ത് എവിടെയോ ഉള്ളത് കൊണ്ട് മൂപ്പര് പെട്ടെന്ന് വന്നിട്ട് സംസാരിച്ചപ്പോ ഭയങ്കര എടാ അങ്ങനെ ഇവര് തെറിയാണ് പറയണത് എന്റെ ഹസ്ബൻഡിനോട്. ഞാൻ ഇന്നലെ കൊടുത്തിട്ടുള്ളൂ, എനിക്ക് വിഷമം ഉണ്ടാവും അങ്ങനെ വണ്ടി കൊടുക്കുന്ന. അപ്പൊ അവൻ പറഞ്ഞു, അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞ് വണ്ടി ആയാലും തട്ടും മുട്ടും ഒക്കെ ചെയ്യും. ഞാൻ ഈ BMW ആയിട്ട് നടക്കുമ്പോ ഇലക്ട്രിക്കിന്റെ പുതിയ വണ്ടിയാണ്, എത്ര തവണ തട്ടിയിട്ടുണ്ട് മുട്ടിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഈ ചെറിയ പിള്ളേരെ അടുത്ത് നമ്മള് കുട്ടികളാവുമ്പോള് നിങ്ങള് പിന്നെ ഈ പിന്നെ റിസോർട്ടിന്റെ ആൾക്കാരാകുമ്പോ അവരാണ് ഈ പിന്നെ പാർക്കിംഗ് സൗകര്യം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പിന്നെ എവിടെങ്കിലൊക്കെ പിന്നെ വഴിയിലൊക്കെ കൊടുന്ന് പാർക്ക് ചെയ്തിട്ട് അവര് ചെയ്ത് ഇവര് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ ബഹളം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി റിസോർട്ടിനകത്തല്ലായിരുന്നു കിടന്നത്, അത് പുറത്തെവിടങ്ങാണ്ടാണ് കിടന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ടും എനിക്കിപ്പോൾ അറിയാൻ സാധിച്ചത് ആ റിസോർട്ടിൻ്റെ ഓണർ ഇത് പരിഹരിച്ചിട്ടുണ്ട്, അതായത് ജാസിയുടെ വണ്ടി ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസി അനാവശ്യമായിട്ട് ഒരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ ഒരു വിഷയത്തിൽ കുറേ ആൾക്കാർ മേ ബി ജാസി സപ്പോർട്ട് ചെയ്യുന്നവർ കാണുമായിരിക്കാം. പക്ഷേ എനിക്ക് ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വണ്ടിക്ക് ശരിയാക്കി വണ്ടി ഡാമേജ് കാണുമായിരിക്കാം, കാര്യങ്ങളെല്ലാം കാണുമായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പിള്ളേരുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് ഇവൻ എന്ത് കിട്ടും ഇവന്? നിലവിൽ ആ ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കുട്ടിക്ക് സുഖമില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. ആ കുട്ടിയുടെ ഉമ്മയാണ് ഈ സംസാരിക്കുന്നത്. ഈ കൊച്ചു കുട്ടികളുടെ അടുത്ത് നമ്മൾ ഓവർ റിയാക്ട് ചെയ്യാനും ഓവറായിട്ട് കിടന്ന് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പാനിക്കായി പോകും, അവർക്ക് അറിയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് തീർക്കേണ്ട ഈ ഒരു വിഷയം ഇവൻ അനാവശ്യമായിട്ട് അവിടെ ബഹളം വെച്ചിട്ട് വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്റെ മക്കൾ എന്തെങ്കിലും ചെയ്തതായിട്ട് നീ കണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ കണ്ടടാ, അങ്ങനെ ഞാൻ കണ്ടടാന്ന് പറഞ്ഞിട്ട് പിന്നെ തെറിയാൻ പറയണത്. അവനതിന് അപ്പൊ എന്റെ ഹസ്ബൻഡ് ആ കാറിന്മേല് രണ്ടടി അടിച്ചിട്ട് പറഞ്ഞേ, വേണമെങ്കിൽ ഇത് ഞാൻ പൊളിച്ചിടും, ഇയ്യ് എന്ത് ചെയ്യുംന്ന് ചോദിച്ചു. മര്യാദക്ക് സംസാരിക്കണം, കാരണം ഇങ്ങനെ ഇത്രയും ആൾക്കാരെ മുന്നിൽ നിന്ന് സൂക്ഷിച്ച് സംസാരിക്കണം, ഇങ്ങനത്തെ രൂപത്തിലല്ല സംസാരിക്കാം. മാന്യമായിട്ട് സംസാരിച്ചാൽ അതിന് മാന്യമായിട്ട് നമുക്ക് ഇത് ചെയ്യാം. അയാള് നല്ലപോലെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് നഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എന്താ പറയാ, നമുക്ക് നമ്മുടെ കുട്ടികളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഇതാക്കിയിട്ട് മൂപ്പരെ അങ്ങനെ ഇകഴ്ത്തി കാണിക്കുക അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് വരുമ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ ഇവരെന്തോ ബാധ കയറിയ മാതിരിയാണ് എല്ലാവരുടെ അടുത്തും ഇവര് സംസാരിക്കണത്. അങ്ങനെ ഭയങ്കര സീന് ക്രിയേറ്റ് ചെയ്ത് നാട്ടുകാരൊക്കെ. ഇവർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതായത് വളരെ മാന്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, നമുക്കത് പരിഹരിക്കാനേ ഉള്ളൂ, അത് ചെയ്തു കൊടുക്കാനേ ഉള്ളൂ. പക്ഷേ അനാവശ്യമായിട്ട് കടന്ന് ബഹളം വെച്ച് തെറിയും വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന്. അതാത്ത കാര്യം പിള്ളേർ വന്ന് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമെന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. കാര്യം അതാ പറഞ്ഞത്, വളരെ മാന്യമായിട്ട് ചെന്ന് അവരുടെ പേരൻസിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പരിഹരിക്കാനേ ഉള്ളൂ. അല്ലെങ്കിൽ ആ റിസോർട്ടിൻ്റെ ഓണറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ, ഇത് ചുമ്മാതെ അനാവശ്യമായിട്ട് ജാസി എന്തോ വലിയ സംഭവമാണെന്ന് തെളിയിക്കാൻ വേണ്ടി നോക്കിയത്. ജാസിയുടെ ഈ എടുത്തുചാട്ട സ്വഭാവമാണ് ജാസിക്ക് ഏറ്റവും കൂടുതൽ മെനയാവുന്നത്. ജാസി സോഷ്യൽ മീഡിയ കാട്ടിക്കൂട്ടുന്നതും അത് തന്നെയാണ്, ജാസിയുടെ എടുത്തു ചാടിയുള്ള പ്രവർത്തികൾ. അവിടെ ഉണ്ടായിരുന്ന ചുറ്റുമുള്ള ആളുകളൊക്കെ കൂട്ടി വലിയൊരു സംഭവമാക്കി. അപ്പൊ അതില് പകുതി പേരും പറയണത് കുട്ടികൾക്ക് എന്തറിയാൻ പറ്റും, നിങ്ങള് പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടല്ലേ, നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, ഒരാളെ കാറിന്റെ അവിടെ നിർത്തിക്കൂടായിരുന്നോ. പിന്നെ മറ്റൊരുത്തൻ അതെന്ന് പറഞ്ഞേ, സ്വന്തം പിന്നെ നിങ്ങളെ മകള് തന്നെയാണ് എഴുതിയത്. പിന്നെ അവനവന്റെ പേരല്ലേ അവനവനെ എഴുതുള്ളൂന്ന്. അയാൾക്ക് തീരെ ബുദ്ധിയില്ലേ? കാരണം നമുക്ക് വേറുള്ളവരുടെ പേരൊന്നും എഴുതാൻ അറിയില്ല. ഒരു കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എഴുതാം. അതിപ്പോ എന്റെ മോളെ ആയതുകൊണ്ടാണ്. അല്ല അച്ഛല് വല്ല ചിത്രവും കോറിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇവൻ ആ പേര് വെച്ചിട്ടാണല്ലോ. ആ കഴിവതും ഈ പറയുന്ന റിസോർട്ടുകാർ ഒതുക്കി തീർക്കാനേ നോക്കത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന സംഭവങ്ങളാണ്. അപ്പം പ്രത്യേകിച്ച് ജാസി പോലുള്ള വ്യക്തി ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവരെ തീർച്ചയായിട്ടും ഇത് ബാധിക്കും. പുറത്തേനും ജാസിയുടെ സ്വഭാവം അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ആ പുള്ളിക്കാരൻ ഈ സംഭവം പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിസോർട്ടിൽ വിളിച്ച് ഈ ഒരു കാര്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു വോയിസ് ഇവിടെ കേൾപ്പിക്കാം. ഇല്ല, അത് പ്രശ്നം എന്ന് പറയാൻ മാത്രമില്ല. അത് ജസ്റ്റ് അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികള് കാറിൽ വരച്ചിട്ട് അത് ഓണർ ശരിയാക്കി കൊടുക്കുകയും ചെയ്തല്ലോ. ജസ്റ്റ് ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ ചുറ്റിലും കുട്ടികൾ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓണർ പറഞ്ഞ് കുഴപ്പമില്ല, അവർക്കും അയൽവാസികൾക്കും ജാതിക്കും ഒരു പ്രശ്നമില്ലാത്തതില് ഓണർ മാനേജ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അവിടെ ഈ സാധനം പരിഹരിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാണ് റിസോർട്ടിൽ നിന്ന് പറയുന്നൊരു കാര്യം. തീർച്ചയായിട്ടും റിസോർട്ടുകാർ അങ്ങനെ പറയത്തുള്ളൂ. കാര്യം ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദമായി കഴിഞ്ഞാൽ അവരുടെ റിസോർട്ടിനെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഞാൻ എന്തായാലും ഒരിക്കലും ആ റിസോർട്ടിനെയോ അല്ലെങ്കിൽ റിസോർട്ടിലെ ആൾക്കാരെയോ ഒന്നും ഞാനിവിടെ കുറ്റം പറയുന്നില്ല. ഞാൻ ജാസി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പം കൊച്ചു കുട്ടികളുടെ അടുത്തല്ല ചുമ്മാ നടന്ന് ഷോ ഓഫ് കാണിക്കേണ്ടത്. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയോ? കാര്യം ഇത്രയും പ്രായമായി. ജാസി ഇപ്പോഴും സോഷ്യൽ മീഡിയയിലാണ് ജീവിക്കുന്നത്. അതായത് റിയൽ ലൈഫിലും ജാസി സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പരിപാടികളാണ് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.